ആലപ്പുഴ വള്ളിക്കുന്നത്ത് ATMൽ കവർച്ചാശ്രമം. SBIയുടെ ATMലാണ് മോഷണശ്രമം നടന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മുഖംമൂടി ധരിച്ച് സ്കൂട്ടറിലെത്തിയാണ് ആലപ്പുഴ വള്ളിക്കുന്ന് കാഞ്ഞിരത്തുമൂട്ടിലുള്ള SBIയുടെ ATMൽ മോഷണശ്രമം നടത്തിയത്. ATM തകർത്ത് പണമെടുക്കാൻ മോഷ്ടാവ് ശ്രമിച്ചതോടെ ATMലെ അലാം ശബ്ദിച്ചു. ഇതോടെ കള്ളൻ ATMൽ നിന്ന് പുറത്തേക്കിറങ്ങി സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് പോലീസും ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പ്രദേശത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. മോഷ്ടാവിനെ കണ്ടെത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ATMനുള്ളിലെ CCTVയിൽ നിന്ന് മുഖം മറച്ച മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 24 ആലപ്പുഴ. വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ച സംഭവത്തിൽ പ്രതി അബു എബ്രഹാം ലൂക്കിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചികിത്സാ വീഴ്ചയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കുടുംബം വ്യക്തമാക്കി. അതേസമയം വീഴ്ച സംഭവിച്ചതായി TMH ആശുപത്രി മാനേജർ മനോജ് പാലക്കൽ 24നോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ 23-നാണ് പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാർ TMH ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കൃത്യമായ ചികിത്സ ലഭ്യമായില്ല എന്ന പരാതിയിൽ മകൻ നടത്തിയ അന്വേഷണത്തിൽ ചികിത്സിച്ചത് വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്കാണെന്ന് മനസ്സിലായി. വഞ്ചന, ആൾമാറാട്ടം വകുപ്പുകളും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരവുമാണ് കേസെടുത്തത്. ആശുപത്രിക്കെതിരെയും നടപടി വേണമെന്ന് കുടുംബം. പ്രധാനമായിട്ടും ആശുപത്രി മാനേജ്മെന്റിനെതിരെ കൂടെ ഇതുപോലെ ആക്ഷൻ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൾക്കാരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നിപ്പോൾ ഒരിക്കലും ഇതുപോലെ ഒരാൾക്ക് വരാൻ പാടില്ല എൻ്റെ അച്ഛനെന്ന അവസ്ഥ. വ്യാജ ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം സ്വീകരിക്കാനുള്ള പരമാവധി നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം സ്ഥാപനത്തിനെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത്. അതേസമയം വീഴ്ച സമ്മതിക്കുകയാണ് ആശുപത്രി അധികൃതർ. അബു എബ്രഹാം ലൂക്ക് നൽകിയ സർട്ടിഫിക്കറ്റിലെ പേര് വ്യാജമെന്നും ആശുപത്രി. ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഇയാളൊരു രജിസ്റ്റർ നമ്പർ തന്നെ രജിസ്റ്റർ നമ്പർ തന്നപ്പോൾ ഞങ്ങളത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അബു അബ്രഹാം അല്ല, അബു പി സേവ്യർ എന്നിട്ടുള്ള സർട്ടിഫിക്കറ്റാണുള്ളത്. വീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അയാളൊരു സർട്ടിഫിക്കറ്റ് തന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ച് പോയി. ഞങ്ങളെ പറ്റിക്കാനുള്ള ശരിക്കും ചെയ്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി ആശുപത്രി രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ് ഫറോക്ക് പോലീസ്. അബു എബ്രഹാം ലൂക്ക് നാട്ടിലും പ്രചരിപ്പിക്കുന്നത് താൻ ഡോക്ടർ എന്നാണ്. തിരുവല്ല പെരിങ്ങരയിലെ ഇയാളുടെ വീട് പൂട്ടിയ നിലയിലാണ്. 24 കോഴിക്കോട്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ മണിക്കൂറുകൾ വൈദ്യുതി മുടങ്ങിയതിൽ ആശുപത്രിയിലെ ഇലക്ട്രിക് വിഭാഗത്തിന് വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക നിഗമനം. രോഗികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചില്ല. DMEയുടെ റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറിയേക്കും. വൈദ്യുതി പ്രതിസന്ധിയുണ്ടായ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ടാണ് ആദ്യഘട്ടത്തിൽ മന്ത്രിക്ക് നൽകുക. വൈദ്യുതി മുടങ്ങിയതിൽ ഇലക്ട്രിക് വിഭാഗത്തിന് വീഴ്ച സംഭവിച്ചു. രോഗികളുടെ ചികിത്സ ഉറപ്പാക്കാൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വൈദ്യുതി തടസ്സപ്പെടുന്നതിനിടയാക്കിയ സാങ്കേതിക വശങ്ങൾ മറ്റൊരു റിപ്പോർട്ടായാകും സമർപ്പിക്കുക. സമഗ്ര സാങ്കേതിക സമിതിയാണ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഈ റിപ്പോർട്ടും ഉടൻ കൈമാറും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് തിരുവനന്തപുരം SIT ആശുപത്രി മണിക്കൂറുകളോളമാണ് ഇരുട്ടിലായത്. 24 തിരുവനന്തപുരം.